ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന 24-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിലെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യായത്തിന്റെ 1-ാം ഭാഗം 14 പ്രവചനങ്ങൾ നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. 2-ാമത്തെ ഭാഗത്തേക്ക് 2-ാം ഭാഗം 15-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെയും ഇടയ്ക്ക് മഹോദ്രവത്തെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രവചനം എന്ന് പറയുന്നത് തുടർമാനമായിട്ടല്ല, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അങ്ങനെയാണ് ബൈബിളിന്റെ ക്രമീകരണം, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ആ പ്രവചനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, എന്താണ് ശൂന്യ സ്ഥലത്തെ മ്ലേച്ഛത നിങ്ങൾ കാണുമ്പോൾ? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന് മധ്യേ മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ആരാണ് ശൂന്യമാക്കുന്നവൻ? അവന്റെ പേരാണ് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയുന്നവൻ. ശൂന്യമാക്കുന്നവൻ ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറയുമ്പോൾ മഹോദ്രവത്തിന്റെ മധ്യസമയത്തെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ശൂന്യമാക്കുന്ന ബിംബത്തെ പ്രതിഷ്ഠിക്കും, ദൈവാലയത്തിൽ അവന്റെ പ്രതിമ വയ്ക്കും. ആ സമയത്താണ് യഹൂദനും മനസ്സിലായി, വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, പിന്നെ വ്യാജ മസിയ ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് പിന്നെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിൽ മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുതേ, വസ്ത്രം എടുക്കാനായിട്ട് മടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം അവനെ വണങ്ങണം, അവനെ നമസ്കരിക്കണം. ഇതാണ് 3-ാമത്തെ ഭാഗം. അന്തിക്രിസ്തു ഇവിടെ ഭരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ദൈവമക്കളെ, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴെ വ്യാപരിക്കുന്നുണ്ട്, അവൻ വെളിപ്പെടാറായി. നമുക്കതിന് 3-ാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മിന്നൽ അവിടെ പറയുന്നത് ഒരു ചെറിയ ഭാഗം കർത്താവിന്റെ വരവിനെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിന്നൽ കിഴക്ക് നിന്നും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകുന്നു. അവിടെ ഒരു ചെറിയ ഭാഗം 30-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വരും. അത് മനുഷ്യപുത്രന്റെ വരവിനെ കാണിക്കുന്നു. അതിന് 4-ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ 30-ന്റെ അവസാനത്തെ വാക്യം മുതൽ 31 വരെയും വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. എന്നാണ് മഹത്വ പ്രത്യക്ഷത? നമ്മുടെ കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ പോയി. 7 വർഷം ഭൂമിയിൽ മഹോദ്രവം നടന്നുകൊണ്ടിരിക്കുന്നു. മഹോദ്രവത്തിന്റെ സമാപന സമയത്തെ ഇതാ യഹൂദൻ പരാജയപ്പെട്ട ആ സാഹചര്യം പോലെ വരുന്നു. അവൻ പരാജയപ്പെടുകയില്ല. 7-ാമത്തെ വർഷം നമ്മൾ പുസ്തകം വായിക്കുന്നത്
അവൻ മഹത്വ പ്രത്യക്ഷതയാണ്. ഇതൊരു മഹത്വ പ്രത്യക്ഷതയുടെ ഒരു ഭാഗം അവിടെ ചേർത്തിട്ടുണ്ട്. 5-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ഈ കാലത്തെ യഹൂദന്റെ വളർച്ചയെ കാണിക്കുന്നു. 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത്തിയാകുന്ന യഹൂദൻ തളിർക്കുകയാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല്ല തളിർക്കുമ്പോൾ വേരിലടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തിയാകുന്ന യഹൂദൻ തളിർക്കാൻ തുടങ്ങി. എന്നു മുതൽ 1948 മുതൽ അത്തിയാകുന്ന യഹൂദൻ തളിർക്കുന്നു. ആ യഹൂദനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തിയാകുന്ന യഹൂദൻ തളിർക്കുമ്പോൾ നമ്മുടെ കർത്താവ് വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏത് സമയവും വരാം, വാതിക്കൽ തന്നെ ആയിരിക്കുന്നു, എപ്പം വേണമെങ്കിലും വരാം. 6-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ലോത്തിന്റെ അവസ്ഥ നോഹയുടെ കാലം പോലുള്ള കാലം, നോഹയുടെ കാലം പോലുള്ള കാലം അവിടെ പറയുന്നത്. നോഹയുടെ കാലം എന്ന് പറയുന്നത് അന്ന് 8 പേരൊഴിച്ച് ബാക്കി ഒരെണ്ണം പോലും ഒരു നീതിമാനായിട്ട് ദൈവം കണ്ടില്ല. എന്നാൽ ഇപ്പോൾ നോഹയുടെ കാലം പോലുള്ള കാലം എന്ന് പറയുമ്പോൾ സകലരെയും നശിപ്പിക്കണ്ടേ? എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഭൂമിയുടെ വരപ്പിലുള്ളതുകൊണ്ട് ദൈവത്തിന് ന്യായവിധി ചൊരിയാതിരിക്കുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നത് ലോത്തിന്റെ കാലം പോലുള്ള കാലം. ലോത്തിന്റെ കാലത്ത് അത്രമാത്രം അധമ പാവികളായിരുന്നു. അതുപോലെയുള്ള കാലമാണ് ഇപ്പോഴത്തെ കാലമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതിന് 7-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 40-ാമത്തെ വാക്യം മുതൽ നമ്മൾ 44-ാമത്തെ വാക്യം വരെയും പഠിക്കുമ്പോൾ അന്ന് 2 പേർ വയലിലിരിക്കും. ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ കാഹളനാദം കേൾക്കുമ്പോൾ ദൈവ പൈതൽ എടുക്കപ്പെടും. 2 പേർ ജോലി സ്ഥലത്ത് തിരികലിന്മേൽ പൊടിച്ചുകൊണ്ടിരിക്കും. കാഹളനാദം കേൾക്കും, ദൈവമക്കൾ എടുക്കപ്പെടും. 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏതു ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. 24-ാം അധ്യായം 7 ഭാഗമായിട്ട് നമുക്ക് അല്പനേരം ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വലിയൊരു ഉണർവുണ്ടാകാൻ പോകുകയാണ്. ഞാനിപ്പോൾ ബീഹാറിന്റെ പ്രദേശത്തായിരിക്കുന്നു. ഇവിടെ ആയിരങ്ങളാണ് യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭാരതത്തിൽ വലിയൊരു ഉണർവുണ്ടാകാൻ പോവുകയാണ്. ആ ഉണർവിന് വേണ്ടി നിങ്ങളും ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശു വരാറായി, നമുക്കൊരുങ്ങാം, പോകാം, തയ്യാറാകാം. ദൈവത്തിന് മഹത്വം.